ഇസ്ലാമിൽ വളരെയധികം പ്രാധാന്യമുള്ള ഒരു വിഷയമാണ് മാസപ്പിറവി ദർശിക്കുക എന്നുള്ളത്. ഇസ്ലാമിലെ പല ആരാധനകളും മാസപ്പിറവിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത് കാണാൻ സാധിക്കും. ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളിൽ 4ാമത്തെ നോമ്പ് മാസപ്പിറവി കണ്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആരംഭിക്കുന്നത്. മാസപ്പിറവി കണ്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് നോമ്പ് അവസാനിപ്പിച്ച് പെരുന്നാൾ ആഘോഷിക്കുന്നത്. അതുപോലെ തന്നെ ഇസ്ലാമിലെ ഹജ്ജ് കർമ്മം മാസപ്പിറവി കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ മാസത്തെ കണക്കാക്കി ദുൽഹിജ്ജ മാസം പിറവിയെടുക്കുമ്പോഴാണ് ഹജ്ജിനുള്ള കർമ്മങ്ങൾ ആരംഭിക്കുന്നത്. അതുപോലെ തന്നെ പല ഐച്ഛികമായ നോമ്പുകളും മാസത്തിൻ്റെ ദിവസങ്ങളുമായി ഒക്കെ ബന്ധപ്പെട്ട് കിടക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ഈ മാസപ്പിറവി ദർശിക്കുമ്പോൾ നമ്മുടെ പല നാടുകളിലും നമ്മൾ കണ്ടുവരുന്ന ഒരു രീതി, മാസപ്പിറവി ദർശിക്കുമ്പോൾ എന്താണ് നമ്മൾ പറയേണ്ടത്, സത്യവിശ്വാസി എന്താണ് പറയേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്കത് കൃത്യമായി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പല സ്ഥലങ്ങളിലും മാസപ്പിറവി ദർശിക്കുമ്പോൾ പൂക്കിയിടുന്ന, ഒച്ചയുണ്ടാക്കുന്ന, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള കൂവുന്ന ഒരു സ്വഭാവം പല നാടുകളിലും കണ്ടുവരുന്നുണ്ട്. പല സ്ഥലങ്ങളിലും പല പ്രദേശങ്ങളിലും അത് കാണാനുണ്ട്. എന്നാൽ സത്യവിശ്വാസി എന്താണ് ചെയ്യേണ്ടത്? മാസപ്പിറവി കാണുമ്പോൾ, മാസപ്പിറവി ദർശിക്കുമ്പോൾ എന്താണ് സത്യവിശ്വാസി പറയേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹീഹായ ഹദീസുകളിലൂടെ പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹുമ്മ അഹില്ലഹു അലൈനാ ബിൽ അംനി വൽ ഈമാൻ വസ്സലാമത്തി വൽ ഇസ്ലാം റബ്ബി വ റബ്ബുക്കല്ലാഹ്. അല്ലാഹുവേ, നീ ഞങ്ങളുടെ മീതെ ഈ ചന്ദ്രമാസത്തെ ഉദിപ്പിക്കുന്നത്, ഈ മാസം തുടക്കം കുറിക്കുന്നത് അഭിവൃദ്ധിയും ഈമാനും സമാധാനവും കൊണ്ടാകണമേ. എൻ്റെ റബ്ബും നിന്റെ റബ്ബും ഈ ചന്ദ്രൻ്റെ റബ്ബും അള്ളാഹു തന്നെയാണ് എന്ന് പറയാൻ സത്യവിശ്വാസിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്നാൽ മിക്കവാറും ആളുകൾക്ക്, ഒരു 90% ആളുകൾക്കും ഈ പ്രാർത്ഥന അറിയില്ല എന്നുള്ളതാണ് ഒരു സത്യം. എൻ്റെ അനുഭവം പറയുകയാണെങ്കിൽ ഞാൻ പലരോടും, പല ആളുകളോടും, ഒരുപാട് ആളുകളോട് മാസപ്പിറവി ദർശിക്കുമ്പോൾ എന്താണ് നമ്മൾ പറയേണ്ടത്, മാസപ്പിറവി കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ചൊല്ലേണ്ടത്, എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലാൻ പഠിപ്പിച്ചത്, പല ആളുകളുടെയും ഉത്തരം അങ്ങനെ എന്തെങ്കിലും ചൊല്ലാനൊക്കെ ഉണ്ടോ, മാസപ്പിറവി ദർശിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രത്യേകമായി പറയേണ്ടതുണ്ടോ എന്നുള്ളതാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പ്രാർത്ഥനയാണ് ഞാൻ നിങ്ങളെ നേരത്തെ കേൾപ്പിച്ചത്. അല്ലാഹുമ്മ അഹില്ലഹു അലൈനാ ബിൽ അംനി വൽ ഈമാൻ വസ്സലാമത്തി വൽ ഇസ്ലാം റബ്ബി വ റബ്ബുക്കല്ലാഹ് എന്ന പ്രാർത്ഥന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ആ പ്രാർത്ഥനയാണ് നമ്മൾ സത്യത്തിൽ പറയേണ്ടത്. സത്യവിശ്വാസികളുടെ ജീവിതത്തിൽ ഉടനീളം പ്രഭാതം മുതൽ പ്രദോഷം വരെ ധാരാളം ദിക്റുകളും പ്രാർത്ഥനകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഉറങ്ങാൻ കിടക്കുമ്പോൾ നമ്മൾ ചൊല്ലേണ്ട ദിക്റ് ഇസ്മിക അല്ലാഹുമ്മ അമൂതു വഅഹിയ എന്ന ഒരു പ്രാർത്ഥന, മറ്റു പല തരത്തിലുള്ള പ്രാർത്ഥനകൾ നമുക്ക് കാണാൻ സാധിക്കും. സ്വഹീഹായ ഹദീസുകളിൽ വന്നിട്ടുള്ള ധാരാളം പ്രാർത്ഥനകൾ നമുക്ക് കാണാൻ സാധിക്കും. ഇസ്മിക അല്ലാഹുമ്മ അമൂതു വഅഹിയ എന്നെങ്കിലും, ഏറ്റവും ചുരുങ്ങിയത് അങ്ങനെയെങ്കിലും പറഞ്ഞുകൊണ്ടായിരിക്കണം ഒരു വിശ്വാസി എഴുന്നേൽക്കേണ്ടത്. ഇങ്ങനെ നോക്കിയാൽ വിശ്വാസിയുടെ ജീവിതത്തിലുടനീളം ദിക്റുകളും പ്രാർത്ഥനകളും കൊണ്ട് മുഖരിതമായിരിക്കണം അവൻ്റെ ജീവിതം. എങ്കിൽ അവന് നാളെ പരലോകത്ത് അതിൻ്റെ പുണ്യങ്ങളും പ്രതിഫലങ്ങളും ലഭിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത്തരം പ്രാർത്ഥനകൾ കൃത്യമായി നമ്മൾ പഠിച്ചു വെക്കുകയും മനസ്സിലാക്കുകയും നമ്മുടെ ജീവിതത്തിലുടനീളം അത് പ്രാവർത്തികമാക്കാൻ നമ്മൾ ശ്രമിക്കുകയും ചെയ്യുക. അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.